ഹലോ ഫുഡീസ്, ഇന്ന് ഞാൻ നല്ല മൊരിഞ്ഞ പക്കോട റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട സ്റ്റൈൽ മിക്സ്ഡ് വെജിറ്റബിൾ പക്കോട എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായി ആദ്യം തന്നെ ഒരു മിക്സിംഗ് ബൗളിലോട്ട് നമുക്ക് 2 കപ്പ് കാബേജ് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി നീളത്തിൽ അരിഞ്ഞത് 1 ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചെറുതായിട്ട് നുറുക്കിയെടുത്ത ഇഞ്ചി വെളുത്തുള്ളി അത് രണ്ടും കൂടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു ചെറിയ പീസ് ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക വെജിറ്റബിൾസ് എല്ലാം. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ പച്ചമുളക് ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ ചേർത്തത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചേർത്ത വെജിറ്റബിൾസിലെല്ലാം വെള്ളം നല്ലോണം ഉള്ളത് കൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. മിക്സിങ് കഴിയുമ്പോൾ വെജിറ്റബിൾസ് എല്ലാം പരസ്പരം ഒന്ന് സ്റ്റിക്കി ആയിട്ട് വരണം. അതായത് ഇതുപോലെ. ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഉടനെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് ഒരുപാട് നേരം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നല്ല മുരിഞ്ഞ പക്കോട കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ പക്കോട എല്ലാം ഈ നല്ല ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് വശവും ഒരേപോലെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിൽ നിന്ന് മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ശരിക്കും ഉള്ളിവടയേക്കാളൊക്കെ ഒരു പടി മുന്നിൽ തന്നെയാണ് ഈ മിക്സഡ് വെജിറ്റബിൾ പക്കോടയുടെ ടേസ്റ്റ്. നല്ല പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഈ പക്കോട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്